അവന്റെ വചനം അവൻ അയക്കുമ്പോൾ, അവന്റെ വചനത്തെ അവൻ കൽപ്പിക്കുമ്പോൾ, എത്ര ദൂരെയായിരുന്നാലും അവൻ സ്ഥലപരിധിയില്ലാതെ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം കടന്നു എന്ന ആ വിഷയത്തിന്റെ മേൽ ഒരു വലിയ വിടുതൽ അവൻ കൽപ്പിച്ച് അത് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നമ്മെ പോഷിപ്പിക്കുവാനിടയാകും. ദൈവത്തിന്റെ വചനത്തിന് സ്ഥലം ഒരു വിഷയമല്ല. സ്ഥലപരിമിതിയില്ലാതെ പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇസ്രായേൽ ജനത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ദൈവം തന്റെ വചനത്തെ അയപ്പാനിടയാണ്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, അവൻ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനങ്ങൾ അത് വെറുതെ എന്നിലേക്ക് മടങ്ങി വരികയില്ല. വായിൽ നിന്ന് വചനം പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടി അയക്കപ്പെട്ടുവോ ആ ഉദ്ദേശം നിവർത്തിച്ചു മാത്രമേ ദൈവത്തിന്റെ വചനം അത് മടങ്ങി വരികയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ തടുക്കുവാൻ അല്ലെങ്കിൽ നിർവീര്യമാക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയുകയില്ല. ഒരു അവൻ തീയമ്പ് ശത്രുവായും നമുക്കെതിരായി അവൻ തൊടുത്തു വിടുമ്പോൾ ആ തീയമ്പിനെ തണുപ്പിക്കുന്ന അവൻ ദൈവത്തിന്റെ പരിചയം നമ്മുടെ പക്കലുണ്ട്. ഹല്ലേലൂയ. അവൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനമാകുന്ന അവൻ പരിചയം ഉപയോഗിച്ച് ശത്രുവിന്റെ തീയമ്പുകളെ കെടുത്തുപോകാൻ കഴിയുന്ന വിശ്വാസമെന്ന പരിച നമ്മുടെ അവൻ പക്കൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസമെന്ന പരിചയെടുത്ത് തീയമ്പുകൾക്ക് നേരെ പിടിക്കുമ്പോൾ ആ തീയമ്പുകൾ അത് വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്നത് പോലെ അത് ഹല്ലേലൂയ തീ കെട്ടുപോകുവാനിടയാകും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം to quench the fire of the enemies എന്നാണ്. quench എന്ന് പറഞ്ഞാൽ വെള്ളമൊഴിച്ച് തണുപ്പിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? വെള്ളം ഒഴിച്ച് തണുപ്പിക്കുന്ന ശത്രുവിന്റെ തീയമ്പുകൾ നമുക്കെതിരായി കടന്നു വരുമ്പോൾ അതിനെ വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശത്രുവിന്റെ തീയമ്പുകളെ അവൻ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച നമ്മുടെ കരങ്ങളിൽ അവൻ നൽകിയിരിക്കുകയാണ്. ഇതുപോലെ അവൻ ദൈവത്തിന്റെ വചനം അയച്ച് അവൻ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. വായിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ തടുക്കുവാൻ ഒരു ശത്രുവിന് കഴിയില്ല. അവൻ ഒരു ദൈവം ചെയ്തതുപോലെ അവൻ വെള്ളമൊഴിച്ച് അവന്റെ ശത്രുവിന്റെ തീയമ്പുകളെ കെടുത്തിക്കളയുന്ന പോലെ ദൈവത്തിന്റെ വചനം അവൻ അയച്ചു കഴിഞ്ഞാൽ അതിനെ കെടുത്തിക്കളയുവാൻ, അതിനെ നിർവീര്യമാക്കി കളയുവാൻ ശത്രുവിന് ഒരിക്കലും സാധ്യമല്ല. അവൻ കാണണം ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. അത് ആർക്കും തടയുവാൻ കഴിയുന്നതല്ല.